എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 34 വാക്യം. മത്തായി 25:34. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ കാണുന്നതിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് കർത്താവ് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും രണ്ട് പദങ്ങൾ സുവിശേഷ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരേ ഒരു പ്രാർത്ഥന കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. അവിടെയും ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്ന് ഊന്നി പറയുന്നുണ്ട്. അത് മരണശേഷം മാത്രം ലഭിക്കാൻ പോകുന്ന മറ്റേതോ ലോകമാണെന്ന ധാരണയും അവൻ തിരുത്തി. അങ്ങനെ ചില ധാരണകളോടെ കർത്താവിനെ സമീപിച്ച മനുഷ്യരോട് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുവരെ നിഗൂഢമെന്ന് കരുതിയിരുന്ന ഒന്ന് നമുക്ക് തൊട്ടറിയാവുന്ന വിധം അടുത്തുണ്ടെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അവിടെ ആയിരിക്കാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ കാണാനുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം ചോദിച്ചു വാങ്ങേണ്ടത് എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരാൾ ദൈവരാജ്യത്തിലായിരിക്കുക? ചില ചിന്തകൾ അതിനെ വിശദീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഒന്ന്, ഒരു രാജ്യമെന്ന ഏറ്റവും ലളിതമായ സങ്കല്പമാണ്. ഏത് രാജ്യത്തിനും അതിൻ്റെതായ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിക്കുന്ന ഓരോ പൗരൻ്റെയും കടമയായി അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിലായിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ് അർത്ഥം. എന്തിനകത്തും പുലർത്തുന്ന സത്യസന്ധതയാണ് അതിലൊന്ന്. അതിന് കൊടുക്കേണ്ട വില ചെറുതല്ല. നമ്മൾ ഒരു കച്ചവടക്കാരനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ആണെങ്കിൽ അത് നന്നായി മനസ്സിലാകും. സാധനങ്ങൾക്ക് ന്യായമായ വില മാത്രം ഈടാക്കിയാൽ മതി എന്ന് അത് നമ്മൾ മാത്രം നിശ്ചയിച്ചാൽ ആ മാർക്കറ്റിൽ ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങില്ലെന്ന് നിശ്ചയിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ പേരിൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ഏകാന്തതയും നിന്നയും ഒറ്റപ്പെടലുമൊക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന ചില മാനദണ്ഡങ്ങളും ക്രൈറ്റീരിയകളുമൊക്കെ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ഈ 24, 25, 23 അധ്യായങ്ങളിലൊക്കെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വളരെ സ്നേഹപൂർവം ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും ഒക്കെ കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് വിഭാഗമായി തിരിക്കുന്ന ഒരു ന്യായാധിപൻ്റെ സിംഹാസനത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഒന്നും അറിയാതെ നന്മ ചെയ്ത ഒരുപാട് ആളുകൾ, ഒന്നും പ്രതീക്ഷിക്കാതെ തങ്ങളാൽ ആവോളം ആവശ്യത്തിലിരിക്കുന്നവൻ്റെ നേരെ കൈനീട്ടിയവർ, ഒറ്റപ്പെട്ടു പോയവരോട് കൂടെ അല്പനേരം നടന്നവർ, വസ്ത്രമില്ലാതിരുന്നവർക്ക് വസ്ത്രം നൽകാൻ മനസ്സ് കാണിച്ചവർ, വിശന്നിരുന്നവർക്ക് തങ്ങളുടെ ആഹാരം പകുത്തു നൽകിയവർ, തടവിലായിരുന്നവരെ സന്ദർശിച്ചവർ. ഒരു ശരാശരി മനുഷ്യൻ ചെയ്യാൻ സാധിക്കുന്ന നന്മകളൊക്കെ തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ
വലതു ഭാഗത്ത് നിർത്തുന്ന ന്യായാധിപന്റെ മനസ്സ് ദൈവിക മനസ്സാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകുന്നത്. വലിയ ഭാരങ്ങളല്ല നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്നതോളം മാത്രം ചെയ്യാൻ ഉള്ള വിളിയാണ്. എങ്കിലേ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. തങ്ങൾക്ക് തന്നെ എന്ന് കരുതി എല്ലാം ശേഖരിച്ചു വയ്ക്കുമ്പോൾ ചിലയിടങ്ങളിൽ കുറവുകൾ സംഭവിക്കുന്നു. അത് നികത്താൻ നമ്മുടെ കൈ അയച്ചുവിടാൻ സാധിക്കുന്നെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു തുറവിയായി കർത്താവ് കരുതുന്നു. അങ്ങനെ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് തുറന്ന് നൽകാൻ, ചേർന്ന് നടക്കാൻ, ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ കരുതണമേ. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപയും കരുതലും അവിടുത്തെ കരുണയുടെ തണലും കൂടെ ഇരുന്ന് പുതുവർഷം വഴി നടത്തണമേ. യേശു മശീഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആമേവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.